റേഷൻ കടയിൽ പോയിട്ട് റേഷൻ മേടിച്ചിട്ട് വരാൻ. ഇപ്പോൾ ഞാൻ സഞ്ചി എടുത്തിട്ട് ഞാനത് നടക്കുന്നുണ്ട്. ട്രൗസർ അത് വേണ്ട. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. ഞാൻ രാവിലെ നേരത്തെ എണീറ്റുണ്ട് കേട്ടോ. നേരത്തെ എണീറ്റപ്പോൾ എനിക്ക് ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരും. ഇന്നലെ ഞാൻ ജെമിനൈൻ്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്കി, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെയും ഉറക്കം വരും. അപ്പോൾ ജെമിനൈ പറഞ്ഞാൽ എന്താ അറിയോ, രാവിലെ എണീറ്റിട്ട് ഒന്നിലെ സൂര്യപ്രകാശം എത്തതായിട്ട് ഉറക്കം തീരും, ഉറക്കം പോവും. പിന്നെ മറ്റേ ഇതല്ലേ തണുത്ത വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഉറക്കം പോകുന്നൊക്കെ പറയുന്നത്. പൈപ്പത്തെ വെള്ളം ഉണ്ടാവുള്ളൂ, നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നാരങ്ങ കലക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് കുടിക്കാം ഗൈസ്. തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം മാറുന്ന ജെമിനി പറഞ്ഞു. ജെമിനി AI. പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ജെമിനി പറഞ്ഞ പോലെ ആവുമോ നോക്കട്ടെ. ഞാൻ തണുത്ത നാരങ്ങളെ ഈ തണുപ്പത്ത് കുടിച്ചു നോക്കട്ടെ എന്നാലും എൻ്റെ ഉറക്കം ഫുള്ള് അങ്ങോട്ട് പോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വയറ് ഫുള്ളായി. പാത്രം കഴുകി വെക്കണമല്ലോ. രാവിലത്തെ ചോറുന്ന പാത്രം ഞാൻ കൈ വെക്കാൻ മടിച്ചുകൊണ്ട് ചെറിയ കഴുകി വെച്ച് ചെറുതായിട്ട് മടിയും. ഇപ്പം അമ്മ പറഞ്ഞ മറ്റേ റേഷൻ കടയിൽ പോകാൻ പറഞ്ഞു, റേഷൻ കടയിൽ പോകാൻ. അപ്പോൾ റേഷൻ മേടിച്ചിട്ട് വരണം, രാവിലെ തന്നെ പോകാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര മണിയാകുമ്പോഴത്തേക്ക് പോകുന്നു കേട്ടോ. റേഷൻ മേടിക്കാൻ എത്ര മണിയാകുമ്പോൾ പോകുന്നു നമുക്ക് എന്തായാലും കണ്ടറിയാം. ഞാനൊക്കെ 6 മണിക്ക് എണീറ്റ് കിങ്ങിണിക്ക് ഇപ്പൊ എണീക്കുന്നുള്ളൂ. കിങ്ങിണി വാളൊക്കെ ഇപ്പൊ എണീക്കണുള്ളൂ. ഞാനൊക്കെ ഉണ്ടല്ലോ 6 മണിക്ക് എണീറ്റോടെ നിങ്ങൾക്ക് നേരത്തെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ റീലും കണ്ടു, പിന്നെ റീൽ കണ്ടുകൊടുക്കുന്ന സമയം പോകും. പിന്നെ കുറെ കഴിഞ്ഞ് എണീക്കും, ഫുഡ് കഴിക്കും. അങ്ങനത്തെ എല്ലാവരും പരിപാടി കിട്ടും. ഒരാളെ കാണിച്ചുതരാം. നേരത്തെ എണീക്കും, പക്ഷെ മൊബൈലിൽ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നിന്റെ കുഴപ്പം കേട്ടോടി റുക്കിയേ. എൻ്റെ ചെരുപ്പ് ആശയിക്കണ്ടല്ലോ, അതിൽ ചെരുപ്പ് നനച്ചിങ്ങനെ നല്ല കിട്ടും. അല്ലേ നന്ന ചെരുപ്പ് എനിക്ക് ഇടാൻ ഭയങ്കര ഒരുമാതിരിയാ. അതുകൊണ്ടോ എൻ്റെ ചെരുപ്പ് ഇട്ട് പോകണ നോക്കുക. അവൾക്ക് ഇത്രയും ചെരുപ്പുണ്ട്, 4-5 ചെരുപ്പ് ഇവിടെ തന്നെ ഉണ്ട്. 4-5 ചെരുപ്പ് ഇവക്ക്, 2 ചെരുപ്പ് തേങ്ങ അപ്പുറത്തെ സൈഡിൽ നിൽക്കണേ. അതെ തുപ്പ് കേട്ടോ. ഇത് നനഞ്ഞ ഭയങ്കര തണുപ്പായിരിക്കും ഇടുമ്പോൾ. അത് മാത്രം നനയ്ക്കാതെന്നായി കേട്ടോ. ഇപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈ വെയിലത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്പോത്ര അല്ല എങ്ങോട്ടെങ്കിലും റേഷൻ കടയിൽ പോയിട്ട് റേഷൻ മേടിച്ചിട്ട് വരാൻ. ഇപ്പോൾ ഞാൻ സഞ്ചി എടുത്തിട്ട് ഞാനത് നടക്കുന്നുണ്ട്. അച്ചുണ്ട് സൈഡിൽ നന്ദു ബാക്കിൽ വരുന്നുണ്ട്. നന്ദു നേരത്തെ ഉണ്ടല്ലോ ഉണ്ണീൻ്റെ വീട്ടിൽ പോയി മൊബൈലും ഗെയിമും കളിച്ചിരിക്കുക. അമ്മ നേരത്തെ രാവിലെ പറഞ്ഞു നേരത്തെ പോകാൻ. അവിടെ ചെക്കൻ ഉണ്ണീൻ്റെ വീട്ടിൽ പോയിട്ട് ഗെയിമും കളിച്ചിരിക്കുക. എന്നെ വിളിച്ചോണ്ടുണ്ട്, അവൻ ബാക്കിൽ വരുന്നതുകൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ വെയിലത്ത് റേഷൻ കടയിൽ പോയിട്ട് റേഷനൊക്കെ മേടിച്ച് അങ്ങനെ വരുന്ന കാര്യം ആലോചിക്കുമ്പോട്ടല്ലോ. വിഷു കഴിഞ്ഞാൽ പൂട്ട് വന്നു റേഷൻ കട. ഇക്കൂടെ സൈക്കിൾ കൊണ്ട് ഓടിച്ചു നടന്നോ 2 ചാക്കോ? ഇവിടെ സൈക്കിൾ കൊണ്ട് പോയത് ഓർമ്മയുണ്ടോ? സൈക്കിൾ കൊണ്ട് അങ്ങനെ പോയി ഇങ്ങനെ പോയി ഈ വഴി കൂടെ ഒക്കെ ഞങ്ങൾ സൈക്കിൾ കൊണ്ട് കുറേ ഓടിച്ചാർന്ന. ഇപ്പോൾ ഈ ഭാഗത്തേക്കൊന്നും അധികം വരവൊന്നുമില്ല അല്ലേ. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരിക. ഈ റേഷനൊക്കെ മേടിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ കിഡിലിനായിട്ട് നമ്മൾ വീട്ടിൽ കയറിവിടും. റേഷൻ മേടിക്കട്ടെ ഐഷു ഷാറാവും റേഷൻ മേടിച്ചു. പിന്നെ വൈകുന്നേരം അമ്മേൻ്റെ വായന്ന് കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു പണിയും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഡെയിലിയാണ്, ഇന്ന് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇന്ന് ഞാൻ റേഷൻ മേടിച്ചല്ലോ പോയിട്ട്. ഞാൻ പറ്റിക്കല്ല, നന്ദുവിനും കേൾക്കൂല. ഇങ്ങനെ എൻ്റെ മോന് താമരക്കേ എന്താ മീനെ വളർത്താനോ? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ മീൻ കോര വന്നു മോനെ. എത്ര തോട്ടിപ്പി അറിയാം നിറഞ്ഞ നടക്കണ്. ഇവിടെയൊക്കെ മീൻ കോര വന്നു ഞങ്ങളൊക്കെ. എത്ര തോട്ടി അറിയാം, പക്ഷേ കപ്പിയല്ല ഗപ്പി അറിയാം നിറഞ്ഞ നടക്കണ്. എൻ്റെ മോനെ നന്ദിൻ്റെ നടത്ത ഹൈലൈറ്റ്. അവൻ്റെ ഫ്രണ്ടിക്ക് ക്യാമറ ചിരിക്കുമ്പോൾ അവനൊരു നടത്തുണ്ട്.
എന്നിട്ട് നടത്താം. അതാണ് അവൻ്റെ ഹൈലൈറ്റ്. ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡിൻ്റെ അങ്ങ് അറ്റാണ്. നെല്ലൊക്കെ മുറിച്ചുകൊണ്ടായിടാം. ആ മണിക്കുന്നല്ല. ആഹാ അടിപൊളിയായില്ലേ? നമ്മൾ അതിൻ്റെ വഴിക്കല്ലേ ഏറിയത്? അടിപൊളി. ഇവിടെയൊക്കെ നെല്ലൊക്കെ അടിപൊളിയായില്ലേ? നെല്ല് വളരാണെങ്കിൽ നല്ല രസം ഉണ്ടാവില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി നിൽക്കാൻ? പശുവൊക്കെ ഇതാണല്ലോ കുത്തിടാതെ. അച്ചു പോയി പോയി. അമ്മേ ആള് ഡേഞ്ചറാ, കണ്ടറിയാം ആള് ഡേഞ്ചറാണ്. അയ്യോ ചൂടെടുക്കില്ല നിനക്കൊന്നും. ഡാം ചാടി ചൊറി പിടിക്കും മോനെ. ചൊറിയിൽ കുരു വരും. ഡാമൊക്കെ കെട്ടിയിട്ട് നോക്ക്, കണ്ടോ അടിപൊളിയായിട്ട് ഡാം കെട്ടിയിരിക്കണം. ഇവിടെയൊക്കെ നീന്തുമ്പോൾ എന്ത് രസമായിരുന്നു അറിയോ? ഇവിടെ നിന്നല്ലേ നന്ദു നിന്നെ ഫ്രെഡി മുക്കാൻ നോക്കിയത്? ഫ്രെഡി മുക്കാൻ നോക്കി. എന്നിട്ട് ഞാൻ ഫ്രെഡിനെ മുന്തിയിട്ട് അവൻ മുങ്ങിയില്ലേ? എന്നിട്ട് ഞാൻ ചാടി എടുത്തവനെ. ഇതാ ഈ ഭാഗത്ത് നിന്ന്, ഇതാ ക്ലിയർ ഈ ഭാഗത്ത് നിന്ന്. ഞാനില്ലേ ഞാനും ചെക്കന്മാരും അന്ന് കുളിക്കാൻ വന്നിട്ട് ഇവിടുന്ന് താഴെ വരെ നീന്തിപ്പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന് താഴെ വരെ നീന്തിപ്പോഴത്തേക്ക് കാലും കൈയൊക്കെ ഒരുമാതിരി ആവും മോനെ. ഞാൻ ഈ റേഷൻ കടയ്ക്ക് ഒരു വട്ടം വന്നുള്ളൂടാ. ആൾക്ക് ഒരു വട്ടം വന്നുള്ളൂ. അടച്ചില്ല, അതിൻ്റെ അപ്പുറത്താ. റേഷൻ മേടിക്കട്ടെ, ലൈനൊക്കെ. ഇവൻ്റെ എന്താ അമ്മയല്ലേ? ഇവൻ്റെ അമ്മയെ അവിടെ മേടിക്കുന്നുണ്ട്. അതുകഴിഞ്ഞിട്ടാണ് എനിക്ക് മേടിക്കണമെങ്കിൽ. അവിടുന്ന് നീ എടുക്കും, അവിടുന്ന് നന്ദുവിന് മേത്ത് വെച്ച് കൊടുക്കുക. ഇവിടുന്ന് വണ്ടിക്ക് ഞാൻ കയറ്റി കൊടുക്കും. പിന്നെ അവിടുന്ന് നന്ദു എടുത്തോളൂ വീട് വരെ. ഇന്നലെ എങ്ങനെ കൊണ്ടുപോകും? അല്ല അവിടുന്ന് നീ എങ്ങനെ കൊണ്ടുപോകും? ഞാൻ വെച്ചുതരാം. അത്രേ ഉള്ളൂ. നീ ഞാൻ താഴത്ത് ഇറങ്ങിയിട്ട് കയറിയാൽ മതി റോഡിലേക്ക്. രണ്ട് മാസത്തെ അരി വലിയ ചാക്കിലെടുത്ത ആദ്യം. ഒരു ചാക്കിലെടുത്ത് ആ ചാക്കിൽ തികയില്ല എന്ന് പറഞ്ഞപ്പോൾ വേറെ ചാക്ക് മേടിച്ചു, വേറെ പുതിയ ചാക്ക് മേടിച്ചു. ആ ചാക്കിന് 25 രൂപ. ആ ചാക്ക് എടുത്തു. ചാക്കിന് 25 രൂപ. അപ്പോൾ ഞാൻ ചാക്ക് അങ്ങോട്ട് മേടിച്ചു. കയ്യൊക്കെ ചുവന്ന് ഒരു ചാക്കും പിന്നെ കുറച്ച് സാധനങ്ങൾ ഒരു സഞ്ചിയും ഒരു ചാക്കും എടുക്കാനുണ്ട്. അയ്യോ മോനെ അവര് പോയോ? നീ ഏതടാ? അയ്യേ ചിത്ത്, അയ്യേ പോടാ അവിടുന്ന്. തോട് നാശാക്കി. അയ്യേ മെയിനാ നിൽക്കാൻ തോട്ടിക്ക് വലിച്ചെറിഞ്ഞോ? ഇടൂട്ടോ. അവന്റെ കാല് മെല്ലെ ഇങ്ങനെ ആക്കിയാ നിന്റെ ബോൾ വേണ്ടേ? ഞങ്ങൾ കളിക്കില്ല. അതാ മതി അവനെ ഒഴിവാക്ക. മതി കൊരങ്ങച്ചാന്ന് ബ്ലോഗിൽ ഉഷാറാക്കുക. വേഗം പിടി ബ്ലോഗിലൊക്കെ എടുക്കാം. ഫേമസ് ആവും. റെഡി എടുക്കട്ടെ. ട്രൗസർ കാണിക്കട്ടെ? അതൊന്നും കാണിക്കണ്ട. ഓക്കെ ഇതാ എടുത്തിട്ടോ. തിരിച്ച് ഓക്കെ അനുവേട്ടാ. അതൊന്നും
അത് പൊക്കി കൊടുക്കും. ട്രൗസർ കാണിക്കണ്ടാ, ട്രൗസർ കാണിക്കണ്ട. ട്രൗസർ കാണിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. ഇത് ഇത്രേ ഉള്ളൂ അല്ലേ? ഇത്രേ ഉള്ളൂ ട്രൗസർ. അത് വേണ്ട, അത് വേണ്ട. ഫേമസ് ആയിട്ടാ, ഫേമസ് ആയിക്കണ കേട്ടോ. ഓക്കെ ഓക്കെ, പോയി സോഡ കുടിച്ചിട്ട് വരാം. വാ. 2 സോഡ, 3 സോഡ, ജീരക സോഡ. ജീരക സോഡയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഡെയിലി കുടിക്കാറ്. ചോട്ടിനു ഇതുകൊണ്ട് പിടിച്ചോ, പിടിച്ചോട്ടോ, പിടിച്ചോ. ഓക്കെ. എൻ്റെ സോഡയ്ക്ക് എന്ത് കളർ നോക്ക്, ഏതാ കളർ? പൈനാപ്പിൾ. ഞാൻ ജീരക സോഡ എടുത്തില്ല, ജീരക സോഡ എടുത്തു. പിന്നെ കളർ സോഡ ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പൈനാപ്പിൾ നോക്കിയെടുത്ത്. നന്ദ് ജീരക സോഡ എടുത്ത്. അച്ചു ഓറഞ്ചിലെ, അച്ചു ഓറഞ്ചിനെ, ഞാൻ പൈനാപ്പിൾ. പൈനാപ്പിൾ എന്ത് ടേസ്റ്റ് അറിയാമോ? നായ്ക്ക് പെറ്റ് കൂട്ടിയിട്ട് ഇതൊക്കെ ഈ സ്റ്റെപ്പ് കൂട്ടൊക്കെ ഇഷ്ടം പോലെ അടിപൊളി നല്ല ഉണ്ടുണ്ടോ നായ്ക്കുട്ടികൾ. എൻ്റെ പൂച്ചനെ കാട്ടി നല്ല ഉണ്ടുണ്ട് നായ്ക്കുട്ടികൾ. അവിടെ വെച്ചോ, എന്നെ ഓടിച്ചാലും കളിക്ക്. അവിടെ എന്തിനു നോക്കൂ, എന്ത് നായ്ക്കുട്ടിയുടെ അത് നിക്കട അവിടെ. അത് തള്ളപ്പട്ടി വരുമോ? കുടുങ്ങിയടാ. തള്ളപ്പട്ടി വരണോ നോക്കോ. ആ നിക്കണ എന്തിനാ നോക്ക്. എടാ ഇത് ഹൈബ്രിഡ് നോക്കിയ എൻ്റെ മോനോക്ക്. അച്ഛൻ വീട്ടിൽ കൊണ്ടുപോയിക്കടാ ഇങ്ങനത്തെ. എടാ അതിൻ്റെ മേലത്തെ നോക്ക് എന്ത് രസമാണ്. അത് എന്ത് രസം. എൻ്റെ കണ്ണോക്ക്, കണ്ണ് രസമുണ്ടല്ലേ. പിന്നല്ലേ ആ പട്ടിക്കുട്ടികളെ കാണാൻ എന്ത് രസം. ആ ഗുണ്ടുമണിയില്ലേ, ഗുണ്ടുമണി ഓടിപ്പോയി മേലോട്ട്. ഗുണ്ടുമണി നേരെ ഗുണ്ടുമണീൻ്റെ വീട്ടിൽ ഓടിപ്പോയി. ബാക്കി 2 അവിടെ കടന്നുറങ്ങുക. എന്ത് രസോ, എന്ത് രസോ. മോളു മോളു മോളു, എന്താ മോള്, നിന്റെ കുട്ടിയൊക്കെ അവിടെ, നിന്റെ കുട്ടീനൊക്കെ പുറത്തിറക്ക്. മോള് മൈൻഡാക്കാതെ പോണോക്ക്. ജിമ്മി നീ കണ്ടില്ല പട്ടിക്കുട്ടീനൊന്നും. ജിമ്മി നീ കണ്ടില്ല പട്ടിക്കുട്ടീനൊന്നും. ജിമ്മി എന്താ ജിമ്മി, നീ ഇപ്പോൾ അങ്ങോട്ട് മേലോട്ടൊക്കെ കയറി നോക്കണം, എന്നാലേ കാണുള്ളൂ. വീട്ടിൽ നിന്ന് പുറത്തിറക്കണം, എന്നാലേ കാണുള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ട് കേട്ടോ. ഞാൻ 8 മണി കഴിഞ്ഞപ്പോഴൊക്കെ ഉണ്ടല്ലോ, 8 മണി ആയപ്പോഴൊക്കെ മുറ്റത്ത് കസാര ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. എൻ്റെ മൊബൈൽ ഇങ്ങനെ നോക്കിയിരിക്കുക. എനിക്ക് അകത്തിരുന്ന് എനിക്കെന്താ അറിയില്ല, എനിക്ക് അകത്തിരുന്ന് അതിരിക്കുമ്പോൾ എനിക്ക് ചടയ്ക്കാൻ അറിയാം അകത്തിരിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ 1, 2, 1 മുക്കാൽ മണിക്കൂർ തന്നെ ഇവിടെ നിന്നുണ്ട്. 9 മണി ആവാനായിട്ടുണ്ട്. കസാര അകത്തേക്ക് എടുത്ത് കേട്ടാ. ഫുഡ് കഴിക്കട്ടെ എന്തായാലും ചോദിച്ചോട്ടെ. എടുത്ത് നിന്നിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേഗം കടന്നു തുടങ്ങൂല, വേഗം എഡിറ്റ് ചെയ്യട്ടെ. പിന്നെ മാത്രമല്ല പിന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് നോക്കാനുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ സമയം എനിക്ക് പ്രധാനപ്പെട്ട കാര്യം സമയമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സാധനം എന്താ അറിയോ? സമയം വെറുതെ വേസ്റ്റ് ആയി കളയാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഈ റൂമിലാണ് കേട്ടോ ഞാൻ നിന്ന് കിടക്കുക, ഈ റൂമിൽ നിന്ന് കിടക്കുക. അപ്പോഴേ അമ്മേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അപ്പോട്ടേ എന്ന് പറഞ്ഞാൽ അപ്പു ചേട്ടായിട്ട് ഞാൻ പെട്ടെന്ന് ഫാസ്റ്റേക്ക് അപ്പോട്ടേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മേൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ ഞാനുണ്ട്, കിങ്ങിണിയുണ്ട്, നന്ദുണ്ട്, ഉണ്ണി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ 3 ഈ റൂമിൽ കിടക്കും. കിങ്ങിണി അമ്മ ആ റൂമിൽ കിടക്കും, അച്ഛൻ ആ റൂമിൽ കിടക്കും. ഇപ്പോൾ അടിപൊളിയായിരിക്കും. ഈ റൂമിൽ കിടക്കുമ്പോഴല്ലോ വൈഫൈ ഇവിടെ ഉണ്ട്. ഇവിടെ കുത്തിവെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ മൊബൈൽ കുത്തിവെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. മൊബൈൽ ചാർജ് വേണ്ടി തീരുന്നത് കൊണ്ടുണ്ടല്ലോ എനിക്ക് ഇവിടെ കുത്തിവെച്ചിട്ട് ഈ കസാര കൊണ്ട് എടുത്തിടും. എന്നിട്ട് കുത്തിവെച്ചിട്ട് അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഫുഡ് കഴിക്കട്ടെ. അമ്മ കറി എന്താണ്? സാമ്പാറാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ചോറ് എടുത്തിട്ട് വരാം. കറി എന്താണെന്ന് പറഞ്ഞുതരാം. കറി വല്ല എന്തൊക്കെയുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഞാൻ ഇന്ന് എല്ലാ സാധനങ്ങളും എടുത്തു. ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ സാധനം ഉണ്ട്, എല്ലാം എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സാമ്പാറല്ല കേട്ടോ. സാമ്പാർ പോലെയുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടുള്ള ഒരു കറിയുണ്ട്. പിന്നെ മറ്റേ ഇതില്ലേ, എന്താ ഒരു കൊലേൻ്റെ ഒരു പൂവ്, വാഴേൻ്റെ പൂവ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ 2 കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അടിച്ച് ഫിനിഷാക്കി തീർക്കണം എനിക്ക്. കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ എടുക്കണതിന് കുറച്ച് സാമ്പിൾ നോക്കി, നല്ല രസമുണ്ട് കറി. പിന്നെ ഇത് ഉപ്പേരി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മാങ്ങ
ഇപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് എഡിറ്റ് ചെയ്യണം. ഫസ്റ്റ് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിന് കുറച്ച് സാധനങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ചോറ് തിന്ന് കഴിയുന്നേരം നിൽക്കണില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.